നമസ്കാരം, അഭിലാഷാണ് ഓറിയൻസിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനി കൊടുക്കുന്ന 2 കോടി രൂപയുടെ റിവാർഡ്സ് എന്തെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ റിവാർഡ്സ് ഒക്കെ വാങ്ങിയ വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? തീർച്ചയായും ഇപ്പോൾ 2 കോടി രൂപയുടെ റിവാർഡ്സ് ഒക്കെ കമ്പനി കൊടുക്കുമ്പോൾ അതൊക്കെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ വ്യക്തികളുണ്ടോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവാം ചിലർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് 100% അവരെ പരിചയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അത്യാവശ്യമാണ്. അപ്പോൾ 100% നമുക്ക് അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്ത് തന്നെയാലും നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. सपनों को सच करता है कोई तो वो है ओरिएंट. അത് ഞാൻ ഇവിടെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പ്രസ്ഥാനത്തെ ഒട്ടനവധി ആൾക്കാരുടെ ജീവിതത്തിൽ വിജയത്തിന് കാരണമാക്കി തീർക്കുകയും അത് മാത്രമല്ല പാലക്കാട് ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും ഒരു പ്രൈവറ്റ് ബസ്സിൽ ജീവിതം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറും നമ്മുടെ എല്ലാം പ്രചോദനവുമായിട്ടുള്ള മിസ്റ്റർ ഇന്ന് കമ്പനിയുടെ ക്രൗൺ അംബാസഡർ ലെവലിൽ നിൽക്കുന്ന ഗോകുൽദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുകയും ഓറിയൻസ് എന്ന് പറയുന്നത് ജീവിതത്തിന് വിജയത്തിന് കാരണമാകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലയൺസ് അസോസിയേറ്റ്സ് എന്നുള്ള ഒരു ടീമിനെ രൂപീകരിക്കുകയും ആ ടീമിനെ തന്നെ കമ്പനിയുടെ നമ്പർ 1 ടീമാക്കി മാറ്റുകയും ഇന്ത്യയിലുടനീളം അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സാറിന് ആ ടീമിനെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ റിവാർഡ്സിനെ കുറിച്ച് പറയുമ്പോൾ അച്ചീവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ലയൺസിന്റെ അച്ചീവേഴ്സിനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റിവാർഡ്സുകൾ വാങ്ങിയ അച്ചീവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പനി ഒരാൾ ലീഡറായിട്ട് അംഗീകരിക്കുന്ന പൊസിഷൻ ഏതാണ്? 4 ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷനിലാണ് ഒരാളെ കമ്പനി ലീഡറായിട്ട് അംഗീകരിക്കുന്നത്. അതായത് ഈ 4 ഡയമണ്ട് തൊട്ടാണ് കമ്പനി റിവാർഡ്സുകൾ കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ഒരു 4 ഡയമണ്ട് പൊസിഷനിൽ എത്തുമ്പോൾ കമ്പനി കൊടുക്കുന്ന റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ബാഗാണ് കമ്പനി ഇവിടെ റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അതേപോലെ ലയൺസ് അസോസിയേഷനിൽ ഏകദേശം 4 ഡയമണ്ടിൽ നിൽക്കുന്ന പൊസിഷൻസ് നിൽക്കുന്ന ഏകദേശം 12,000-ഓളം വ്യക്തികൾ ഇന്ന് ഈ ലയൺസ് അസോസിയേറ്റിൽ ഇന്ന് 4 ഡയമണ്ട് പൊസിഷനിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ഡയമണ്ട് പൊസിഷനിലാണ് കമ്പനി ആദ്യത്തെ ഗിഫ്റ്റായ എക്സിക്യൂട്ടീവ് ബാഗ് കമ്പനി ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ 4 ഡയമണ്ട് ആയപ്പോൾ ഈ കമ്പനിയിൽ നിന്നും ഗോകുൽദാസ് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 4 ഡയാണ് നിങ്ങൾ ഈ കാണുന്നത്. നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഇവിടെ അടുത്ത റിവാർഡ്സ് കമ്പനി കൊടുക്കുന്നത്. ഈ 5 ഡയമണ്ട് പൊസിഷനിൽ എന്താണ് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് ഈ 5 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി കൊടുക്കുന്നത്. ഇപ്പൊ ലയൺസിൽ ഏകദേശം ഒരു 3,500-ഓളം വ്യക്തികൾ ഇന്ന് ഈ കമ്പനിയുടെ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ കമ്പനിയുടെ 5 ഡയമണ്ട് പൊസിഷനിലായപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഗ്രേറ്റ് ഡയമണ്ട് ഡയറക്ടറായ സുരേഷ് ബാബു സാറിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ ഏറ്റുവാങ്ങുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് 6 ഡയമണ്ട് എന്നുള്ള പൊസിഷനാണ്. ഈ 6 ഡയമണ്ട് പൊസിഷനിലെ കമ്പനി കൊടുക്കുന്ന റിവാർഡ്സ് എന്താണ്? ഒരു ലാപ്ടോപ്പ്, ബ്രാൻഡഡ് ലാപ്ടോപ്പാണ് ഈ 6 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി റിവാർഡായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ലയൺസ് അസോസിയേഷനിൽ ഏകദേശം 1000-ഓളം വ്യക്തികൾ ഇന്ന് 6 ഡയമണ്ട് പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു 6 ഡയമണ്ടിൽ കമ്പനി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പാണ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്. ഒരു മനു മോഹൻ സാർ കമ്പനിയുടെ 6 ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നു. അതുപോലെ ഗായത്രി മാഡം കമ്പനിയുടെ 6 ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാബു സാർ കമ്പനിയുടെ 6 ഡയമണ്ടിൽ ബിസിനസ് ചെയ്യുന്നു. ഷെഹന മാഡം കമ്പനിയുടെ 6 ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ എറണാകുളത്തിന്റെ ദ യങ് ആൻഡ് എനർജറ്റിക് ലീഡർ ആയിട്ടുള്ള ജോബിൻ ആന്റണി എന്ന് പറഞ്ഞ സാറിനെയാണ് ഞാൻ 6 ഡയമണ്ട് പൊസിഷനിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ 7 ഡയമണ്ട് പൊസിഷനാണ്. ഈ 7 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി കൊടുക്കുന്ന റിവാർഡ്സ് എന്താണ്? 3.5 ലക്ഷം രൂപ മിഡ് സെഗ്മെന്റ് കാർ വാങ്ങാനുള്ള ഫണ്ടാണ്. ഒട്ടനവധി വ്യക്തികൾ ഈ 7 ഡയമണ്ട് പൊസിഷനിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ ലയൺസ് അസോസിയേറ്റിൽ ഏകദേശം 250-ൽ പരം വ്യക്തികൾ ഇന്ന് ഈ കമ്പനിയുടെ 7 ഡയമണ്ട് പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്തിന്റെ 7 ഡയമണ്ട് പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്ന ലീഡറായിട്ടുള്ള മിസ്റ്റർ കൃഷ്ണകുമാർ സാർ, അത് മാത്രമല്ല ശക്തീഷ് സാർ, അത് മാത്രമല്ല ജിജോ ആർ പോൾ സാർ, അത് മാത്രമല്ല നമ്മുടെ എറണാകുളത്തിന്റെ സ്വന്തം കൃഷ്ണകുമാർ സാർ, അതുപോലെ തന്നെ എറണാകുളത്തിന്റെ നമ്മളെ ലേഡി ലീഡറായിട്ടുള്ള അംബിക മാഡം, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ നാഗരാജൻ സാർ, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഷിജു തോംസൺ എന്നിവരും ഈ കമ്പനിയുടെ 7 ഡയമണ്ട് പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ലീഡേഴ്സ് ആണ്. അപ്പൊ 7 ഡയമണ്ട് പൊസിഷൻ കഴിഞ്ഞാൽ അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കാണ്. ഈ ഗോൾഡ് ഡയറക്ടറിലെ കമ്പനി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? 6 ലക്ഷം രൂപ ഗോൾഡ് ആണ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്.
ലയൺസ് അസോസിയേറ്റ്സിൽ ഇന്ന് ഏകദേശം 65ഓളം വ്യക്തികൾ ഈ കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷനിൽ നിന്ന് ഇന്ന് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പരിചയപ്പെടാം ട്രിവാൻഡ്രത്തിന്റെ ലീഡർ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തിന്റെ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ നിൽക്കുന്നത് SJ അസോസിയേറ്റ്സ്. അതിൽ നമ്മുടെ ഷിജു ജോൺസൺ സാർ, അത് മാത്രമല്ല അജിത മാഡം, രതീഷ് സാർ എന്നിവരാണ് SJ അസോസിയേറ്റ്സിൽ ട്രിവാൻഡ്രത്തിന്റെ ഗോൾഡ് ഡയറക്ടറായിട്ട് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ജിജി ആർ പോൾ സാർ എന്ന കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് വളരെ അഭിമാനത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കാരണം റീസെന്റ് ആയിട്ട് നമ്മുടെ കൊല്ലത്ത് പുതിയൊരു ഗോൾഡ് ഡയറക്ടർ പിറന്നിരിക്കുകയാണ്. കൊല്ലത്തുള്ള അനിൽ സാർ എന്നീ കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ റീസെന്റ് ആയിട്ട് ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിയാണ് കൊല്ലത്തിന്റെ അനിൽ സാർ. അത് മാത്രമല്ല നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നും TN പ്രസാദ് സാർ, അത് മാത്രമല്ല പാലക്കാട് നിന്ന് തന്നെ രാധാകൃഷ്ണൻ സാർ, അത് മാത്രമല്ല പാലക്കാട് നിന്ന് മറ്റൊരു ഗോൾഡ് ഡയറക്ടറായിട്ട് അഭിജിത്ത് സാർ എന്നിവർ ഈ കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ ബിസിനസ് ചെയ്യുന്നു. ഒട്ടനവധി ലീഡേഴ്സ് ഗോൾഡ് ഡയറക്ടറിൽ റാങ്കിൽ ബിസിനസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ കുറച്ച് വ്യക്തികളെയൊക്കെ മാത്രമേ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നു, കാരണം എല്ലാവരും നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കാണ്. ഈ ഡയമണ്ട് ഡയറക്ടർ റാങ്കിൽ എന്താണ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുക്കുന്നത്? 14 ലക്ഷം രൂപ വരെ ലക്ഷറി കാർ ഫണ്ടാണ് ഈ ഡയമണ്ട് ഡയറക്ടർ റാങ്കിൽ കമ്പനി റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ലയൺസ് അസോസിയേറ്റിൽ ഇന്ന് 20-ൽ പരം വ്യക്തികൾ 25ഓളം വ്യക്തികൾ ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ റാങ്കിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ അതിൽ കുറച്ച് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സുരേഷ് ബാബു സാറാണ്. വടക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള സുനിൽ രാമചന്ദ്രൻ സാർ, അത് മാത്രമല്ല കൊല്ലം ജില്ലയുടെ കൊല്ലത്തിന്റെ ഡയമണ്ട് ഡയറക്ടർ അതായത് SG അസോസിയേറ്റ്സിലെ അനിലൻ സാർ എന്നിവർ ഈ കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ റാങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ്. നെക്സ്റ്റ് അംബാസഡർ എന്ന് പറഞ്ഞ റാങ്കാണ്. ഈ അംബാസഡർ റാങ്കിൽ കമ്പനി എന്താണ് റിവാർഡ്സ് കൊടുക്കുന്നത്? 25 ലക്ഷം രൂപയാണ് കമ്പനി ഈ അംബാസഡർ റാങ്കിൽ റിവാർഡ്സ് ആയിട്ട് കമ്പനി കൊടുക്കുന്നത്. അപ്പൊ ഈ അംബാസഡർ റാങ്കിൽ ലയൺസ് അസോസിയേറ്റ്സിൽ ബിസിനസ് ചെയ്യുന്ന 7ഓളം വ്യക്തികൾ ഇന്ന് ഈ കമ്പനിയുടെ അംബാസഡർ റാങ്കിൽ ഈ ലയൺസ് അസോസിയേറ്റിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ പരിചയപ്പെടുന്നത് രണ്ട് വ്യക്തികളെയാണ്. അത് നമ്മുടെ മറ്റാരുമല്ല പാലക്കാടിന്റെ സ്വന്തം ലീഡർ ആയിട്ടുള്ള സതീഷ് കുമാർ സാർ, നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള രതീഷ് സാറിനെയാണ് ഞാൻ ഈ ഒരു റാങ്കിൽ പരിചയപ്പെടുന്നത്. അംബാസഡർ കഴിഞ്ഞാൽ അടുത്ത റാങ്ക് എന്ന് പറഞ്ഞത് ഇന്ന് കമ്പനിയിൽ ടോപ്പ് റാങ്കായിട്ട് നിൽക്കുന്നതായിട്ടുള്ള റാങ്കാണ്. അതാണ് ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ റാങ്കാണ്. ആ ക്രൗൺ അംബാസഡറിൽ കമ്പനി എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? 40 ലക്ഷം രൂപ വരെ വില്ല വാങ്ങാനുള്ള ഫണ്ടാണ് കമ്പനി റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഗോകുൽദാസ് എന്ന് പറയുന്ന സാർ എന്ന കമ്പനിയുടെ ക്രൗൺ അംബാസഡർ പൊസിഷനിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നു. സാറിന്റെ തന്നെ ടീമിൽ മറ്റ് ക്രൗൺ അംബാസഡേഴ്സ് ഉണ്ട്. അതിൽ സമീർ ബഗ് എന്ന് പറഞ്ഞ സാറ്, അത് മാത്രമല്ല അടുത്ത് മനോജ് കുമാർ എന്ന് പറഞ്ഞ സാറ് ഇന്ന് കമ്പനിയുടെ ക്രൗൺ അംബാസഡർ പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഈ 4 ഡയമണ്ട് തൊട്ട് ക്രൗൺ അംബാസഡർ വരെ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ നമ്മൾ അല്ലെങ്കിൽ റിവാർഡ്സ് നമ്മൾ ടോട്ടൽ കൂട്ടി നോക്കിയാൽ 1 കോടി രൂപയുടെ റിവാർഡ്സ് വരും. അപ്പൊ ഈ 1 കോടി രൂപയുടെ റിവാർഡ്സ് അച്ചീവ് ചെയ്ത ലീഡേഴ്സിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അത് 100%. ഇത് കഴിഞ്ഞ അടുത്തൊരു റാങ്ക് എന്ന് പറഞ്ഞത് 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ റാങ്കാണ്. ഈ റാങ്കിൽ എന്താണ് കമ്പനി കൊടുക്കുന്നത്? 77 ലക്ഷം രൂപ ക്യാഷും 7 ലോക അത്ഭുതങ്ങൾ കണ്ടുവരുള്ള ഫാമിലി വേ ടൂറും. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് മാത്രം കൂട്ടി നോക്കിയാലും 1 കോടി രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 2 കോടി രൂപയുടെ റിവാർഡ്സ് ആണ് കമ്പനി ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ 1 കോടി രൂപ അച്ചീവ് ചെയ്ത ലീഡേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന റാങ്കാണ്. അത് ഈ ഒരു 2020 കഴിയുന്നതിനാകുമ്പോൾ തന്നെ തീർച്ചയായും കമ്പനിയിൽ 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന റാങ്ക് പിറന്നിരിക്കും. അപ്പൊ 100% അത്രയ്ക്ക് ആ ഒരു രീതിയിൽ റിവാർഡ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ്. അത് മാത്രമല്ല ഞാൻ വേറൊരു പൊസിഷൻ ഇതിടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിലും പറയുകയുണ്ടായി. അതായത് ഒരു 200 ഗ്രൂപ്പ് ബിസിനസ് ഓളിയം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി ഒരു റാങ്ക് തരും. അതാണ് റോയൽ ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്ക്. അപ്പൊ ആ ഒരു റാങ്കിൽ അച്ചീവ് ചെയ്ത ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ ഫോട്ടോസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഒട്ടനവധി ലീഡേഴ്സ്. ഏകദേശം 300-ൽ പരം 350ഓളം വ്യക്തികൾ ഇന്ന് കമ്പനിയുടെ റോയൽ ഡയമണ്ട് പൊസിഷനിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ അതിലുള്ള ഒരു 100ഓളം വ്യക്തികളുടെ ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റിവാർഡ്സുകളും അച്ചീവ് ചെയ്ത ലീഡേഴ്സ് നമുക്കുണ്ടെന്നുള്ളതാണ്. പല കമ്പനിയും നമ്മൾ എടുത്തു നോക്കിയാലും റിവാർഡ്സ് ഒക്കെ ഒരുപാട് കാണും, പക്ഷെ അതിൽ അച്ചീവ്മെന്റ്സ് ഒന്നും ചിലപ്പോൾ നമുക്ക് കാണണമെന്നില്ല. അപ്പൊ 100% ഇവിടെ കൊടുക്കുമെന്ന് പറയുന്ന ഓരോ റിവാർഡ്സുകളും കമ്പനി കൊടുത്തു തീർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അച്ചീവ് ചെയ്യാനുള്ള റാങ്ക് എന്ന് പറഞ്ഞാൽ 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതും അച്ചീവ് ചെയ്യുമ്പോൾ കമ്പനി എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു റിവാർഡ്സും കൊടുക്കും. അപ്പൊ 2 കോടി രൂപയുടെ റിവാർഡ്സ് മാത്രം കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഓറിയൻസ്.
അപ്പോൾ ഈ വിജയങ്ങളൊക്കെ നമുക്ക് ഓറിയൻസിൽ നിന്ന് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അതാണ് ഓറിയൻസിന്റെ മാർക്കറ്റിംഗ് പ്ലാനും ഓറിയൻസിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. 100% ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള തീരുമാനത്തോടൊരു തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വിജയിക്കാനുള്ള സിസ്റ്റം ഇന്ന് ഓറിയൻസിലുണ്ട്. അപ്പോൾ ഈ എല്ലാ റിവാർഡ്സുകളും കൊടുത്ത് തീർത്തൊരു കമ്പനിയാണ് ഓറിയൻസ്. അപ്പോൾ ഓറിയൻസിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓറിയൻസിനെ സെലക്ട് ചെയ്ത് ഓറിയൻസിലേക്ക് കടന്നു വരിക. 100% വിജയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഒട്ടനവധി ലീഡേഴ്സ് ഓറിയൻസിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വ്യക്തികളെ മാത്രമേ ലയൺസ് അസോസിയേറ്റ്സ് എന്നുള്ള ആ ഒരു ടീമിൽ വരുന്ന ലീഡേഴ്സിനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്ത് തന്നെയായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഓറിയൻസ്.